അപ്പം നമ്മളുടെ വീട്ടിലും എത്തി കേട്ടോ 2 അതിഥികൾ. ബുൾബുള്ളാണ് കേട്ടോ. അമ്മക്കിളി അതിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും വിരിഞ്ഞോ എന്നറിയില്ല. കുഞ്ഞു കുഞ്ഞു സൗണ്ടുകളൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവരെങ്ങോട്ടേലും പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കും കേട്ടോ. എന്നും പറഞ്ഞ് അവരെ ഉപദ്രവിക്കുകയൊന്നുമില്ല. അവർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ അവരിവിടുന്ന് സ്ഥലം വിടും കേട്ടോ. അവർ കാണാതെ വേണം നോക്കാൻ. അനുഭവം കൊണ്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞു കിളികളൊക്കെ അവിടെ വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മുട്ടയിട്ട് വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു സമാധാനം ഇല്ല കേട്ടോ. ഞാൻ അപ്പോഴേ ലാഡർ വെച്ച് കയറി നോക്കാറുണ്ട്. അപ്പോൾ ദേ ഇവിടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചേന നടൽ പരിപാടിയാണ് കേട്ടോ. വലിയ ചേനയാണെങ്കിൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് പീസായിട്ടാണ് കേട്ടോ നടുന്നത്. ചെറിയ ചേനയാണെങ്കിൽ ദാ അവിടെ ഇരിക്കുന്നത് കണ്ടോ, അങ്ങനെ തന്നെ അങ്ങ് നടും. അപ്പോൾ പിന്നെ ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പയർ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ദാ കിളിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയും വള്ളി വീശാറാകുമ്പോഴത്തേക്ക് കമ്പ് കുത്തി കൊടുക്കണം. പണ്ടൊക്കെ ഈ ചട്ടികളിലെല്ലാം നിറയെ റോസാപ്പൂക്കളായിരുന്നു കേട്ടോ. നിറയെ റോസാ ചെടികളുണ്ടായിരുന്നു വീട്ടിൽ, പല കളറിൽ. പക്ഷെങ്കിൽ ഇപ്പോൾ അതെല്ലാം പയർ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കൂടുതലും വെജിറ്റബിൾസ് എന്തെങ്കിലും കിട്ടുന്ന സംഭവങ്ങൾ നടുന്നതിനാണ് കേട്ടോ ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പോൾ ചേനയുടെ വിത്താണ് കേട്ടോ. ചേനയുടെ വിത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കാച്ചിൽ വിളവെടുത്തതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതും നമ്മളവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ മുയൽക്കുട്ടന്മാർ ദാ ഇത്രയൊക്കെ ആയി കേട്ടോ.